മെയിനായിട്ട് കവർ ചെയ്യുക. ഫോക്കസ് ഏരിയ 2 മാസത്തിനുള്ളിൽ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, കാരണം ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം സിലബസിന്റെ ഒരു 30 or 40% ഫോക്കസ് ഏരിയ ഉള്ളൂ. അദ്ദേഹം ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മൺഡേ മുതൽ ഓരോ ദിവസം 1 hour വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ 1.5 hours ആക്കും. കുറച്ച് എക്സാമിന് ആവാൻ നേരത്ത് ഓഗസ്റ്റ് ലാസ്റ്റിൽ നമ്മളത് 2 hours ആക്കും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി സീരിയസ് ആവും. അപ്പൊ നിങ്ങൾക്ക് അത് 2 hours ക്ലാസ്സുകൾ തരും. അങ്ങനെ ഈ ഒരു ഓഗസ്റ്റ് 13 ഉള്ളിലായിട്ട് നമ്മൾ ഈ ഫോക്കസ് ഏരിയ 3 സബ്ജക്റ്റീസിന്റെ ഫോക്കസ് ഏരിയ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യും. ഫുള്ള് സബ്ജക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആണല്ലോ. ലാംഗ്വേജ് പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് നിങ്ങളൊരു 30 above സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് കുറവാകുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഓപ്ഷനിൽ പെർ ഹെഡ് 100 അല്ലെങ്കിൽ മാക്സിമം 200 or 150 നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇംഗ്ലീഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ 1000 സ്കീമിൽ നമ്മൾ ഇംഗ്ലീഷ് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ സ്റ്റുഡൻസ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കോൺട്രിബ്യൂഷന് നിങ്ങളെ ഭാഗത്തുനിന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതും കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ക്ലിയർ ആയിട്ട് തന്നിരിക്കുന്ന നോട്ട്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മളെ ലൈവ് ക്ലാസ് ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ ലൈവ് ക്ലാസ്സിൽ എടുത്ത കാര്യം ഒന്നും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിക്കുക. അങ്ങനെ നിങ്ങൾ വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ക്ലിയർ ആയിട്ട് റിവിഷൻ നടത്തുക. പിന്നെ എല്ലാ സൺഡേസും ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. ആ വീക്കിൽ നടന്ന 6 ദിവസം നടന്ന ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഓൺലൈൻ എക്സാം, അതും എല്ലാവരും ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അത് അറ്റൻഡ് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് ആ ഒരാഴ്ച പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ താറാവും. ആ ഒരു എക്സാമിന് നിങ്ങൾ അതുവരെ എടുത്ത കാര്യങ്ങൾ വായിച്ച് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിത്തിൻ 2 months ഉള്ളിൽ നമ്മൾക്ക് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എബോ 80% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയല്ലോ. നമ്മളെ +2ന്റെ മാർക്ക് എന്ന് പറയുന്നത് +2ന്റെ അല്ലെങ്കിൽ മാർക്ക് അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ +1ന്റെയും +2ന്റെയും ആവറേജ് ആണ്. നമ്മൾ മുമ്പൊക്കെ 10ാം ക്ലാസ് പഠിച്ചിരുന്ന നമ്മൾ 10 മാത്രം പഠിച്ചാൽ മതിയായിരുന്നു 10ാം ക്ലാസ്സിൽ ഗ്രേഡ് കൂട്ടാൻ. പക്ഷെ ഇവിടെ +2ൽ അങ്ങനെയല്ല. +2 മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് +2ലെ ഗ്രേഡ് കൂടൂല. +2ലെ ഗ്രേഡ് കൂടണമെങ്കിൽ +2ലെ മാർക്ക് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് മാർക്ക് എന്ന് പറയുന്നത് +1ന്റെയും +2 എക്സാമിന്റെയും ആവറേജ് ആണ്. ഓക്കെ, നിങ്ങൾ +1ന്റെയും പരീക്ഷ എഴുതുന്നത് 600 മാർക്കിനാണ്. +2ൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് 600 മാർക്കിലാണ്. അങ്ങനെ 1200 മാർക്കിലാവും നിങ്ങളെ +2ന്റെ റിസൾട്ട് എന്നുള്ളത്, അഗ്രിഗേറ്റ് റിസൾട്ട് എന്നുള്ളത്. ആ റിസൾട്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നതും നിങ്ങൾ ഏത് കോളേജിലാണ് ഏത് കോഴ്സ് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ്. അപ്പൊ ഈ +1 നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ +2ൽ കുറച്ച് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം ആവറേജ് മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് ഉണ്ടാവും. അത് നല്ല കോളേജിൽ നല്ലൊരു കോഴ്സ് കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു +1ന്റെ ഒരു എക്സാം ആ ഒരു ഇമ്പോർട്ടൻസിൽ നിങ്ങൾ എല്ലാവരും കാണണം. ഇത് നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു വളരെ കുറച്ച് കണ്ടന്റ് മാത്രം പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. +2ൽ ഇങ്ങനെ ഫോക്കസ് ഏരിയ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ +2ന്റെ സിലബസ് വലിയൊരു സിലബസ് ആണ്. അപ്പൊ ആ സിലബസ് ഫുള്ള് കവർ ചെയ്യാന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാവും ആ ഒരു ചെറിയ ടൈമിന്റെ ഇടയിൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ആ ഒരു സീരിയസ്ലി എല്ലാ ക്ലാസ്സും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. നോട്ട്സ് വായിക്കുക, സെപ്പറേറ്റ് നോട്ട്സ് കീപ്പ് ചെയ്യുക. അക്കൗണ്ട്സും എക്കണോമിക്സ് ഒക്കെ പ്രോബ്ലം ചെയ്യാനുള്ള ചെയ്ത് തന്നെ പഠിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ്. ഈ എജുകോംസ് ലേണിംഗ് ആപ്പ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി +1 ക്രാഷ് കോഴ്സ് നമ്മൾ തുടങ്ങാണ്. ഇപ്പോൾ ഉള്ളത് നെറ്റ് കോച്ചിങ് ഉണ്ട്, അതുപോലെ PSC കോച്ചിങ് ഉണ്ട്. ഓക്കെ, EMA കോളേജായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നെറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ PSC STOന്റെ ഒരു കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ +1 ക്രാഷ് കോഴ്സ് എന്നുള്ളത് പുതിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എന്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾ എന്ത് ഇഷ്യൂസ് ആണെങ്കിലും അത് വ്യക്തമായി നമ്മൾ സോൾവ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് എപ്പോൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു +1 ബിസിനസ് സ്റ്റഡീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ എൻ്റെ പേര് വരുന്നത് മുനവർ ജാസിം ആണ്. ഞാൻ EMA കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, എജുകോംസ് ആണ് നമ്മളെ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
ആപ്പിൾ സ്റ്റോറിന്റെ ലിങ്ക് നമ്മൾ അയച്ചു തരും. ഓക്കെ, പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള എക്കണോമിക്സിന്റെയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഫുൾ ഫോക്കസ് ഏരിയ ബേസ്ഡിലാണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് നോക്കാം. +1 നോർമൽ കേസ് 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അവിടെ ഫോക്കസ് ഏരിയ എന്നുള്ളതുകൊണ്ട് ഇത് 8 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഇത് ഗവൺമെന്റ് ഓർഡർ ആണ്. NCERT കേരള പൊതുപരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇറക്കിയ ഓർഡർ ആണ്. ഇവിടെ 8 ചാപ്റ്റേഴ്സ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ 4 ചാപ്റ്റേഴ്സ് അവിടെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓരോ ചാപ്റ്റേഴ്സിലും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഫോക്കസ് ഏരിയാസിൽ വന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ 50% മാക്സിമം 40 or 60% നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. അതിലും ആ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സുകൾ മാത്രം. അപ്പൊ ബാക്കിയുള്ള നമ്മൾ ജസ്റ്റ് എന്താണ് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി പറയുള്ളൂ. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഫോക്കസ് ഏരിയ ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഫോക്കസ് ഏരിയ മാത്രമാവില്ല പറയാം, ബാക്കിയുള്ള കാര്യങ്ങളും പറയും. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ, അതായിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ, കൂടുതൽ ആ കൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ ഫോക്കസ് ഏരിയ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂല. കാരണം ഓരോന്നിനും ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ ഓർഡറിൽ നമ്മൾ പറയും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഫോക്കസ് ഏരിയന്റെ നോട്ട് സെപ്പറേറ്റ് തരും. അപ്പൊ ഫോക്കസ് ഏരിയ ആണ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കാണാതെ പഠിച്ചു പോകേണ്ടത്. ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് അത് വന്നത്, അതിന്റെ ടൈപ്സുകൾ ഏതൊക്കെയുണ്ട്. ആ ടൈപ്സുകളിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഫോക്കസ് ഏരിയയിൽ ഉണ്ടാവുള്ളൂ. ആ ഫോക്കസ് ഏരിയയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്, ബൈഹാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, ഇങ്ങനെ ഫോക്കസ് ഏരിയയിൽ 8 ചാപ്റ്റേഴ്സും ആ ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ ഹെഡിങ്ങും ക്ലിയർ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളത്. എന്താണ് ബിസിനസ്, എന്താണ് ട്രേഡ്, എന്താണ് കൊമേഴ്സ് എന്നുള്ളത് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ആ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന പോയിന്റ്സ് എന്നുള്ളത് ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്. സെക്കൻഡ് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്തൊക്കെയാണ്, ഒരു ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. തേർഡ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ദെൻ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് കാറ്റഗറീസ്, ദെൻ കൊമേഴ്സ്, ദെൻ ട്രേഡ് ആൻഡ് ആക്സലറീസ് ടു ട്രേഡ്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ചാപ്റ്ററിനെ ഫുള്ളായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷെ അതിന്റെ ഒരു 50% അടുത്തില്ല ഈ ഒരു ഫോക്കസ് ഏരിയ എന്നുള്ളത്. ഇത് നമ്മൾക്ക് ഒരു ക്ലാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 hourന്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോക്കസ് ഏരിയയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളത്. കാരണം വളരെ സിമ്പിൾ ആണ്. ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻസ്, ദെൻ എന്താണ് ഇൻഡസ്ട്രി, എന്താണ് കൊമേഴ്സ്, ദെൻ ട്രേഡ് ആൻഡ് ആക്സിലറീസ് ടു ട്രേഡ് എന്നുള്ളത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളത്. അതിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ദെൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫീച്ചേഴ്സ്, then partnership deed and it is content, then cooperative societies, then it is features, then joint stock company and it is features, then public company and private company. ഓക്കെ, ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ വരുന്ന പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പും അതിന്റെ ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റും നമ്മൾ നോക്കേണ്ടതുള്ളൂ. പിന്നെ പാർട്ണർഷിപ്പ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നും, ദെൻ പാർട്ണർഷിപ്പ് ഡീഡും അതിന്റെ കണ്ടന്റുകളും, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ ഫീച്ചേഴ്സുകൾ, ദെൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അതിന്റെ ഫീച്ചേഴ്സ്, ദെൻ പബ്ലിക് കമ്പനി ആൻഡ് ടൈപ്സ്. ഓക്കെ, ഇപ്പൊ അത്ര സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യേണ്ടതുള്ളൂ. ദെൻ തേർഡ് പറയുന്നത് ബിസിനസ് സർവീസസ് ആണ്. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഇറ്റ് ഈസ് ഫങ്ഷൻസ്, ഇ ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ഇറ്റ് ഈസ് പ്രിൻസിപ്പിൾസ്, വെയർ ഹൗസിംഗ് ആൻഡ് ഇറ്റ് ഈസ് ടൈപ്സ്. ഈ 4 കാര്യങ്ങളെ നമുക്ക് തേർഡ് ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫങ്ഷൻസുകൾ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇ ബാങ്കിങ്, പിന്നെ ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വെയർ ഹൗസിംഗും അതിന്റെ ടൈപ്സും. പിന്നെ ഫോർത്ത് ചാപ്റ്ററിൽ പറയുന്നത് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസിന്റെ പുതിയുള്ള എമർജിംഗ് മോഡ്സുകൾ ഏതൊക്കെയാണെന്നത്. അതിൽ കൺസെപ്റ്റ് ഓഫ് ഇ ബിസിനസ്. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. സൗണ്ട് എല്ലാവർക്കും കേൾക്കുന്നില്ലേ? യെസ് സർ. ഓക്കെ, അപ്പൊ കേൾക്കുന്നില്ല എന്നുള്ള മെസ്സേജ് ഇട്ട ആളൊന്ന് അവരെ നെറ്റ്വർക്ക് ഇഷ്യൂ ആവും, അതൊന്ന് നോക്കട്ടോ, നീ ഹെഡ്സെറ്റ് വെച്ച് നോക്കുക. ഓക്കെ, അപ്പൊ സൗണ്ട് ക്ലാരിറ്റി കുറവ്, കേൾക്കാത്ത ബുദ്ധിമുട്ടോ സ്ക്രീന് കാണാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ദെൻ ഫോർത്ത് നമ്മൾ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ് ആണ്. ദെൻ
പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ആണ്. അതാണ് ഈ 4th ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ബിസിനസ്സും പിന്നെ ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്, ദെൻ ഔട്ട്സോഴ്സിംഗ് എന്താണെന്നുള്ളതും. ദെൻ 5th ചാപ്റ്ററിൽ പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത്. അതിന്റെ മെയിൻ പോയിന്റ്സ് എന്നുള്ളത് ഒന്ന് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദെൻ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, then social responsibility towards different interest groups, then environmental protection and it is types of pollution ആണ്. ഇപ്പൊ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിഫറെന്റ് കൈൻഡ്സുകൾ ഏതൊക്കെയാണ് മനസ്സിലാക്കണം. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ആണ്. ദെൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്, ദെൻ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഇത്രയാണ് 5th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ 6th ചാപ്റ്ററിൽ പറയുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി ആണ്. അതിൽ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ദെൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് കണ്ടന്റ് ഉണ്ട്, ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ദ ലാസ്റ്റ് പ്രോസ്പെക്ടസ്. ഈ 5 കാര്യങ്ങളാണ് 6th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊമോട്ടർ ഫംഗ്ഷന്, മെമ്മോറണ്ടം ആൻഡ് അതിന്റെ കണ്ടന്റുകൾ, ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, ദെൻ മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളത്. അതിൽ ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അത് ക്വസ്റ്റ്യന് ചോദിക്കുന്ന ഏരിയ ആണ്. ദെൻ 7th എന്നുള്ള സോഴ്സ് ഓഫ് ബിസിനസ് ഫൈനാൻസ് ആണ്. ബിസിനസ് ഫൈനാൻസിന്റെ ഡിഫറെന്റ് സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ് ഏതാണെന്ന് പറയുന്നത് ദ റീറ്റെയിൻഡ് ഏർണിംഗ് എന്താണ്, ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്. ഈ 4 കാര്യങ്ങളാണ് 7th ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഒന്ന് സോഴ്സ് ഓഫ് ഫൈനാൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. റീറ്റെയിൻഡ് ഏർണിംഗ്, പിന്നെ ഷെയർ എങ്ങനെ ഇഷ്യൂ ചെയ്യുക, ഇക്വിറ്റി ഷെയർ എന്താണ്, പ്രിഫറൻസ് ഷെയർ എന്താണ് ഡിബഞ്ചേഴ്സ് എന്നുള്ളത്. ഇത് അക്കൗണ്ട്സിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഇന്റേണൽ ട്രേഡ് ആണ്. ഓക്കെ, ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, വിത്തിൻ ദി കൺട്രി ആണ്. ട്രേഡ് വിത്തിൻ ദി കൺട്രി ആണ്. അതിൽ പറയുന്ന റീറ്റെയിൽ ട്രേഡ് വരുന്നുണ്ട്, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് വരുന്നുണ്ട്, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആൻഡ് ഇറ്റ് ഈസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ദെൻ മൾട്ടിപ്പിൾ ഷോപ്സ് ആൻഡ് മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട്, ദെൻ സൂപ്പർ മാർക്കറ്റ് അതിന്റെ ഫീച്ചേഴ്സ്, ദെൻ വെൻഡിങ് മെഷീൻസ്. അപ്പൊ ഇത്രയാണ് 8th ചാപ്റ്ററിൽ, ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ 8 ചാപ്റ്ററിൽ ഇത്രയും ഏരിയാസ് മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. ഇതിനൊരു ചാപ്റ്ററിന് നമുക്ക് മാക്സിമം 2 ദിവസം മതിയാവും. ചില ചാപ്റ്റേഴ്സിന് 3 ദിവസം, അല്ലെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് 1-2 ദിവസം മതി. അപ്പൊ ഈ ഫോക്കസ് ഏരിയ ഫുള്ള് നമുക്ക് ഈ പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ, ഓഗസ്റ്റ് ലാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ക്ലിയർ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാം, എന്നിട്ട് ആ നോട്ട്സ് വായിക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്നുള്ള. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 80% മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു, നിങ്ങൾക്ക് എന്ത് അറിയാമെന്നുള്ളതല്ല, ഇനി മുതൽ നിങ്ങൾ എത്രത്തോളം ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യണോ, എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളെ +1 റിസൾട്ട് എന്നുള്ളത്. ഓക്കെ ആ യെസ്. ഇന്റേണൽ ട്രേഡ് എന്നുള്ള ചാപ്റ്റർ ഇല്ലേ 10ാമത്തേത്, അത് ഫോക്കസ് ഏരിയയിലില്ല? ആ ഇന്റേണൽ ട്രേഡ് നമ്മൾ പറഞ്ഞല്ലോ. ഇന്റേണൽ ട്രേഡ് നമ്മൾ പറഞ്ഞു. ഇന്റേണൽ ട്രേഡ് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഇന്റേണൽ ട്രേഡ് ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു ആ പോയിന്റ്സ്. ഓക്കെ, ദെൻ അപ്പം ഈ 8 ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ്സുകളിൽ നിങ്ങളെ ഫോക്കസ് ഏരിയ മാത്രമല്ല ഡിസ്കസ് ചെയ്യുക, അത് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ ആ കാര്യങ്ങളോട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫോക്കസ് ഏരിയ ഉള്ള കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ ടൈപ്സ് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ഉണ്ടാവും, ബിസിനസ്സിലാണെങ്കിലും ട്രേഡിനാണെങ്കിലും കൊമേഴ്സിനാണെങ്കിലും ഒക്കെ. അപ്പൊ അതിൽ ചില ടൈപ്സ് മാത്രമേ ഫോക്കസ് ഏരിയാസിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ടൈപ്സ് എന്താണ്, ആ ടൈപ്സ് എങ്ങനെയാണ് വന്നത്, അതിൽ ബാക്കിയുള്ള ടൈപ്സും കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫോക്കസ് ഏരിയ ഉള്ള ടൈപ്പ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഫോക്കസ് ഏരിയന്റെ നോട്ട്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് തരും ചെയ്യും. ഫോക്കസ് ഏരിയ കൂടുതൽ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കും ചെയ്യും. എന്നിട്ട് ആ ഫോക്കസ് ഏരിയ ഉള്ള ഏരിയാസ് ആണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഫോക്കസ് ഏരിയ വരുന്നത് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് ആണ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്.
ഫസ്റ്റ് ചാപ്റ്ററിൽ 5 പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്ന് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് വരുന്നുണ്ട്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ദെൻ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ് ഈസ് കാറ്റഗറീസ്, ദെൻ ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പക്ഷെ ഇതുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ചില പോയിന്റ്സുകൾ ഉണ്ടാവും. ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആവശ്യമായ ആ കാര്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതിന്റെ സെപ്പറേറ്റ് നോട്ട്സ് ഡീറ്റെയിൽ ഈ 5 പോയിന്റ്സ് വെച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഈ ഫോക്കസ് ഏരിയന്റെ ഡീറ്റെയിൽഡ് നോട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി അല്ലേ? ഓക്കെ സർ. ഓക്കെ, അപ്പോൾ +1 ബിസിനസ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യണേ. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞത്, ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് ബിസിനസ് എന്നുള്ള ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിച്ചതെന്ന് മനസ്സിലായി എന്താണ് ബിസിനസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇപ്പോൾ +1 നിങ്ങൾ കഴിഞ്ഞു, +2 ആണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ബിസിനസ് എന്നുള്ള എന്താണ് മനസ്സിലായത്? വാട്ട് യു മീൻ ബൈ ബിസിനസ്? Repeated buying and selling of goods and service with the intention of earning profit. യെസ്, മുഹമ്മദ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് വിത്ത് എയിം ടു ഏണിംഗ് പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, ഒരു ഇന്റൻഷനോട് കൂടി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ബിസിനസ് എന്ന് പറയാൻ പറ്റും. ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു സാധനം മറ്റൊരാൾക്ക് വിൽക്കല്ല, റിപ്പീറ്റഡ് ചെയ്യണം, ഞാനത് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഒരു റെഗുലർ നാച്ചുറൽ ഞാനത് റിപ്പീറ്റ് ചെയ്യണം, എങ്കിൽ അതിന് ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ അടുത്തുള്ള പഴയ കാറ് ഞാനൊന്ന് വിറ്റു, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു കാർ വാങ്ങി, അതൊരു ബിസിനസ് അല്ല, അത് ജസ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്, അത് ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ആണ്. അവിടെ ബിസിനസ് ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പഴയ കാറുകൾ ഇങ്ങനെ സെല് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ കാറുകൾ ഇങ്ങനെ ബൈ ചെയ്യണം. അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം വിത്ത് എയിം ഓഫ് ഏണിംഗ് പ്രോഫിറ്റ് ആണ്. അവിടെ പ്രോഫിറ്റ് എയിം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, എനിക്ക് പ്രോഫിറ്റ് ഇതിലൂടെ ഏൺ ചെയ്യണം എന്നുള്ളത്. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് ബിസിനസ് എന്ന് പറയാൻ പറ്റും. നോക്കുക, ഈ നോട്ട്സ് ഉള്ളതിലൂടെ നമുക്ക് പോയി നോക്കുക. ദ ടേം മലയാളത്തിലുള്ള നോട്ട്സ് ഞാൻ തരണ്ട്, മലയാളത്തിൽ സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ട്. ഇത് ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആവും. മലയാളത്തിൽ നോട്ട്സ് ഞാൻ അയച്ചു തരും, മലയാളത്തിലാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ എന്തായാലും നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദ ടേം ബിസിനസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ് ബിസി. Therefore, business means being busy. In a specific sense, business refers to occupation in which people regularly engage in activities related to business, production, and or sale of goods and services with a view to earn profit. Okay, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിസിനസ് എന്നുള്ളത്. ബിസിനസ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബിസി എന്നുള്ള ടേം വെച്ചിട്ടാണ്. ഓക്കെ, ബിസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ ഈ കൊമേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് നമുക്ക് ഈ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ട്സും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡ് ആണ് കൊമേഴ്സ്, അല്ലെങ്കിൽ BCom ആൻഡ് MBA എന്നുള്ളതൊക്കെ. ഈ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന്റെ അല്ലെങ്കിൽ കൊമേഴ്സ് ആസ്പിറൻസിന്റെ ഫീൽഡ് എന്നുള്ളത്. ഇപ്പൊ ബാക്കിയുള്ള MBBS ആയിട്ടും എഞ്ചിനീയേഴ്സിനോട് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ബാക്കി BA ഇംഗ്ലീഷോ അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്തവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ BComലേക്കും CAയിലേക്കും CMAയിലേക്കും കൺവേർട്ട് ആയി വരും, അല്ലെങ്കിൽ MBAയിലേക്ക് മാറും. കാരണം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണ് നമ്മളെ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസ് ആണ് ഇപ്പൊ ഈ +1 നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ ഈ ബേസ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് അത് ഉപകാരപ്പെടുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഈ ബിസിനസ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ബിസി എന്നുള്ള ടേംസ് എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒക്കുപ്പേഷൻ ആണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, തൊഴിലാണ് ബിസിനസ് എന്നുള്ളത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പീപ്പിൾ റെഗുലർലി എൻഗേജ് ആണ്. മനുഷ്യന്മാർ സ്ഥിരമായിട്ട് ഈ ഒരു ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നെങ്കിൽ പർച്ചേസ് റിലേറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഗുഡ്സ് സെല് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് സെല് ചെയ്യണേലോ അല്ലെങ്കിൽ ബൈ ചെയ്യണേലോ, എങ്ങനെ വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്. ഇതിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റെഗുലർ ആയിട്ട് പീപ്പിൾസ് എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റീസിനാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ മലയാളത്തിൽ?
പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പീപ്പിൾസ് റെഗുലർ ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് ആണ്. എൻഗേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൊഡക്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ പർച്ചേസിലായിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് ആയിരിക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് സെല് ചെയ്യുന്നതിലോ, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോ, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുന്നതിലോ പീപ്പിൾസ് റെഗുലർ ആയിട്ട് എൻഗേജ് ചെയ്തിരിക്കുക. എങ്ങനെ എൻഗേജ് ചെയ്തിരിക്കുക? വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻഗേജ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഒക്യുപ്പേഷനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബിസിനസിന്റെ സിമ്പിൾ ആയിട്ടൊരു ഡെഫിനേഷനും താഴത്ത് കൊടുത്തിട്ടുണ്ട്. Definition of business is the repeated buying and selling or manufacturing of goods and services with an intention to earn profit, which involves the creation of wealth. For example, a factory, a retail shop, a commission agent, brokers. Okay, നേരത്തെ മുഹമ്മദ് പറഞ്ഞ ഒരു ഡെഫിനേഷൻ ആണ്. റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് with an intention to earn profit. Okay, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബിസിനസ് ഏൺ അല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഏർപ്പെടുന്ന അയാൾ നമ്മളെ എൻഗേജ് ചെയ്യുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ബൈയിങ് സെല്ലിംഗ് ആണ്. മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് റണ്ണിങ് ഫാക്ടറി. ഒരു ഫാക്ടറി റൺ ചെയ്യാന്നുള്ളത്. അപ്പൊ അവിടെ അവർക്ക് എന്താണ് വേറെയുള്ള ഉദ്ദേശം ഒന്നും ഇല്ലാണ്ട് അവര് റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്യും. ആ പ്രൊഡക്ഷനും അവിടെയുള്ള പർച്ചേസിങ്ങും അവിടെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ അവർ റിപ്പീറ്റഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമല്ല, ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണ് അവരത് എൻഗേജ് ചെയ്തിരിക്കുക. ഒരു ഫാക്ടറി റൺ ചെയ്യുക. അതുപോലെ ഒരു ഷോപ്പ് റൺ ചെയ്യുകയാണെങ്കിലും ഇപ്പൊ കൊണ്ടോട്ടി പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ അത് ഒറ്റ ദിവസത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യല്ല, അതൊരു ലോങ് ടേം ആണ്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളത്. ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ വിത്ത് എ ഇന്റൻഷൻ ടു ഏൺ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഇന്റൻഷനോട് കൂടിയാണ് അവരത് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് ബിസിനസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, റീറ്റെയിൽ ഷോപ്പുകൾ, ഫാക്ടറീസ്, ദെൻ കമ്മീഷൻ ഏജൻസ്, ബ്രോക്കേഴ്സും ബിസിനസ് ചെയ്യും. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ചെയ്യും. ഓക്കെ, ദെൻ വെഡിങ് ബ്രോക്കേഴ്സ്, ദെൻ കമ്മീഷൻ ഏജൻസികൾ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ സെക്കൻഡറി വെഹിക്കിൾസുകളൊക്കെ ആവാം. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് ചെയ്യുന്ന അവരൊക്കെ ചിലപ്പോൾ കമ്മീഷൻ ഏജൻസ് ആവും. ഞാനോ നിങ്ങളോ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ബൈക്ക് സെല് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ സെല് ചെയ്യുക അല്ല പറയുന്നത്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതൊരു ബിസിനസ് ആണ്. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണ് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു ബിസിനസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസും ഏതെങ്കിലും ഒരു ദിവസം ഒരു ചെറിയൊരു പ്രോഫിറ്റിന് വേണ്ടി ഒരു ഗുഡ്സ് സെല് ചെയ്യുന്നതല്ല, അത് നമ്മൾ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ ബിസിനസ് എന്നുള്ളതിന്റെ മീനിങ്ങും ഡെഫിനേഷനും? ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് ഓരോന്നും മൈൻഡിലേക്ക് വരണം. അപ്പൊ ക്ലിയർ ആയിട്ട് ഇവിടെ മൈൻഡ് ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും അടച്ചിട്ട ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം നിറക്കാൻ നോക്കിയാൽ ഒരിക്കലും വെള്ളം നിറയില്ല എന്നുള്ളതാണ്. നിങ്ങൾ സാധാരണ സ്കൂളുകളിൽ അല്ലെങ്കിൽ അറ്റൻഡൻസിന് വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യണ മാതിരി നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ കാണിക്കുന്ന ഓരോ പിക്ചേഴ്സുകളാണ്, വേർഡ്സുകളാണ്, പറയുന്ന ഓരോ വാക്കുകളിലാണെങ്കിൽ നിങ്ങൾ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ കാരണം ഇനി നമുക്ക് അധികമല്ല, ഇനി 2 മാസത്തിനുള്ളിൽ, 2 മാസം എന്ന് പറഞ്ഞാൽ 10-ാം തീയതിയാണ് ഇന്ന്, ഇനിയുള്ള ഈ ഒരു 50 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സിലബസ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യും. അപ്പൊ ഈ 50 ഡേയ്സും ഈ മിനിമം 2 hours അല്ലെങ്കിൽ 1 hour ലൈവ് ക്ലാസ്സും 1 hour നിങ്ങളത് പഠിക്കണം. ആ 2 hours നിങ്ങൾ ക്ലിയർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. എങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബിസിനസ് എന്നുള്ളതിന്റെ ഡെഫിനേഷനും മീനിങ്ങും നമ്മളിപ്പം പഠിച്ചു. ഇനി പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ പ്രവർത്തനത്തെ 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ നമുക്ക് 2ആയിട്ട് പറയാൻ പറ്റും. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി എന്നും മറ്റൊന്ന് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും. അപ്പൊ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത് ഒരാളൊന്ന് പറയുമോ?
നിങ്ങൾ പഠിച്ച കാര്യമാണ്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് മണി. ഓക്കെ, സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ നോട്ട്സ് ഞാൻ മലയാളത്തിൽ തരും. അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നുള്ളത്. മനുഷ്യന്റെ പ്രവർത്തനം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും മറ്റൊന്ന് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. ഇപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് പറയാം, എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഏൺ മണി. ഓക്കെ, the primary objective behind every economic activity is to earn money. Economic activities may be business, profession or employment. Okay, അതാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത്. ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഏൺ മണി ആണ്. പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പീപ്പിൾസ് ഏറ്റെടുക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് പണം സമ്പാദിക്കണം അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി മനുഷ്യന്മാർ ഏറ്റെടുക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈമറി മോട്ടീവ് എന്നുള്ളത് എന്താണ്? ഏണിങ് മണിയാണ്. ടു ഏൺ മണി എന്നുള്ളതാണ് ഇവിടെ പ്രൈമറി മോട്ടീവ് എന്നുള്ളത് അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മണി എങ്ങനെ സമ്പാദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് എവറി എക്കണോമിക് ആക്ടിവിറ്റീസ് ടു ഏൺ മണിയാണ്. ഓക്കെ, പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി മനുഷ്യന്മാർ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവൃത്തിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഒന്നെങ്കിൽ ബിസിനസ് ആവാം, അല്ലെങ്കിൽ പ്രൊഫഷൻ ആവാം, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആവാം. ഓക്കെ, അപ്പോൾ ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ് ബിസിനസ് എന്നുള്ളത് നമ്മൾ ഇനിയും പറയുന്നുണ്ട്. പിന്നെ പ്രൊഫഷൻ നമ്മൾ പറയുന്നുണ്ട്, എംപ്ലോയ്മെന്റ് എന്താണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ റണ്ണിങ് ഫാക്ടറി അല്ലെങ്കിൽ എ ഡോക്ടർ, എ ലോയർ, എ ടീച്ചർ, ഇവരൊക്കെ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ആ ഒരു ആക്ടിവിറ്റീസ് കഴിയുന്നതോടുകൂടി അവർക്ക് എന്താണ് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ടു ഏൺ മണി ആണ്. മണി ഏൺ ചെയ്യാന്നുള്ളൊരു മോട്ടീവിലാണ് അവർ ആ ഒരു ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ടീം വർക്ക് ചെയ്യുന്നതൊക്കെ. ദെൻ എക്സാമ്പിൾസ് ആണ്, എക്സാമ്പിൾസ് ഫോർ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് ആണ്. ആ പിക്ചേഴ്സിലൂടെ തന്നെ കണ്ണോടിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ് മോണിറ്ററി ബെനിഫിറ്റ് ആണ് ഇവരെ മെയിൻ എയിം എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ടു ഏൺ മണി ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്, അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്ക്. ഒരു വർക്കർ, ഒരു എംപ്ലോയി ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യാന്നുള്ള അവരുടെ മെയിൻ എയിം എന്താണ്? ആ വൈകുന്നേരം കിട്ടുന്നതാണ്. അവിടെ ഇന്റൻഷൻ ആണുള്ളത്. ഓക്കെ, സെക്കൻഡ്, എ ടീച്ചർ ടീച്ചിങ് ഇൻ എ സ്കൂൾ, അല്ലെ? ഒരു ടീച്ചർ സ്കൂളിൽ ടീച്ച് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ്. നിങ്ങളെ പാരന്റ്സ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. പാരന്റ്സ് നിങ്ങളെ ചിലപ്പോൾ പഠിപ്പിക്കുക, ബ്രദേഴ്സ് പഠിപ്പിക്കും, കസിൻസ് പഠിപ്പിക്കും. അവിടെ ചിലപ്പോൾ എന്താണ് അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആവണമെന്നില്ല. നമ്മളെ ചെറുപ്പത്തിൽ 5ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് പാരന്റ്സ് പഠിപ്പിച്ചത് ഒരിക്കലും എന്താണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ല. പക്ഷെ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്നാണെങ്കിൽ കോളേജിൽ നിന്നാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് ടീച്ചേഴ്സ് സംബന്ധിച്ച് ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ദെൻ തേർഡ് ആണ് എ ഡോക്ടർ റൺ ഇസ് ഓൺ ക്ലിനിക് എന്നുള്ളത്. ഒരു ഡോക്ടർ അവരെ സ്വന്തം ക്ലിനിക് റൺ ചെയ്യുക എന്നുള്ളത് എന്താണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. സ്വന്തമായിട്ടുള്ള ക്ലിനിക് ആണെങ്കിലും അത് റൺ ചെയ്യുന്നതിലൂടെ അവർക്കൊരു ഇൻകം ഉണ്ട്, അവർക്കൊരു റവന്യൂ ഉണ്ട്. ഓക്കെ, അവിടുന്ന് ഒരു പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രാക്ടീസ് ഓഫ് എ ലോയർ, ഒരു അഡ്വക്കേറ്റ്സിന്റെ ഒരു പ്രാക്ടീസ് എന്നുള്ളത്. ദെൻ ഫാർമർ കൾട്ടിവേറ്റ്സ് ഈസ് ലാൻഡ്. ഓക്കെ, ഒരു കർഷകൻ അവരെ കൃഷി നടത്തുക എന്നുള്ളതും അവിടെ എന്താണ് ഒരു എക്കണോമിക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. കാരണം ആ ഒരു വിളയം ഇതെന്താണ് അവര് സെല് ചെയ്തിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ മണി ഏൺ ചെയ്യുന്നു എന്നുള്ളത്. ലാസ്റ്റ് വൺ ആണ് ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്മാൻ, ഒരു ബിസിനസ്മാന്റെ ആക്ടിവിറ്റീസ്. ഓക്കെ, ഒരു ബിസിനസ്മാന്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ് റൺ ചെയ്യുന്നതും അത് കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ എന്താണ് ഒരു മോണിറ്ററി ബെനിഫിറ്റ് എയിം ചെയ്തുകൊണ്ട് കാണുന്നത്.
ഓക്കെ, അപ്പൊ എത്രയാണ് മെയിൻ ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. അതൊക്കെ എന്താണ് കറക്റ്റ് ആണ്. നിങ്ങൾ പറയുന്ന ഓരോ എക്സാമ്പിൾസും കറക്റ്റ് ആണ്. അതൊന്നും എന്താണ് തെറ്റല്ല എന്നുള്ളതാണ്. ഇത് ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ കുറച്ച് പോയിന്റ്സ് എന്നുള്ളൂ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഓരോ പോയിന്റ്സും കറക്റ്റ് ആണ്. ഒരാൾ പറയാണ് എന്താണ് പോലീസ്മാൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അല്ലെങ്കിൽ എന്താണ് വേറെ എക്സാമ്പിൾ പറയാണ് റിപ്പയർസ്, ബൈക്ക് റിപ്പയർസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അവിടെ എന്താണ് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് എക്കണോമിക് ആക്ടിവിറ്റീസും അതിന്റെ എക്സാമ്പിൾസും എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത്? Those are activities which are undertaken for mental satisfaction. ഓക്കെ, വളരെ ക്ലിയർ ആണ്. ഓക്കെ, നമ്മൾ പറയാം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമ്മൾ എന്താ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു റവന്യൂ ഉണ്ട്, ഒരു ഇൻകം ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റവന്യൂസ് ഉണ്ടാവില്ല, ഇൻകം ഉണ്ടാവില്ല, ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മളൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാവും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഞാൻ പറയാം. Non-economic activities are those activities which are undertaken by people with the intention of earning, without the intention of earning money. They are done for getting psychological satisfaction or as a hobby. Okay. അയാളെ സ്വയം സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ ഒരു ഹോബിയാണ്, അത് ചെയ്യുന്നതോടെ അവർക്ക് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ വിത്തൗട്ട് ഇന്റൻഷൻ ഓഫ് ഏണിംഗ് മണി. ഇവിടെ ഒരിക്കലും എന്താണ് മണി ഏൺ ചെയ്യാന്നുള്ള ഇന്റൻഷൻ ഇല്ലാതെ, അതായത് ഒരു മോണിറ്ററി ഇൻസെന്റീവ്സ് ഇല്ല, ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഇല്ല, ഒരു റവന്യൂ അല്ലെ ഇൻകം ഏൺ ചെയ്യാന്നുള്ള ഒരു ഇന്റൻഷനും ഇല്ല. അവർ അങ്ങനത്തെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സോ മെയിൻ എയിമോ ഇല്ലാതെ അവർ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസ് നമുക്ക് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് ഓരോന്നും എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അവർ ജസ്റ്റ് ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ മെന്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലെ നമ്മളൊരു ഹോബി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം നമുക്ക് എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹൗസ് വൈഫ് കുക്കിംഗ് ഫുഡ് ഫോർ ഹെർ ഫാമിലി. നമ്മളെ പാരൻസ് ഫുഡ് കുക്ക് ചെയ്യാന്നുള്ളത് അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് അല്ലേ? കാരണം അത് വൈകുന്നേരം സാലറി കിട്ടും അല്ലെങ്കിൽ മന്ത്ലി സാലറി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ പാരൻസ് ഫുഡ് കുക്ക് ചെയ്യണത്? അല്ലല്ലോ. ദെൻ സെക്കൻഡ് ആണ് ബൈ ഹെൽപ്പിംഗ് ആൻ ഓൾഡ് മാൻ ടു ക്രോസ് ദി റോഡ്. ഓക്കെ, ഒരു ബോയ് എന്താണ് ഒരു വയസ്സായ ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് മറ്റുള്ളവരെ. നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ എന്താണ് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കാണുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, നമുക്കൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഒരാളെ സഹായിക്കുന്നതിലൂടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അല്ലാതെ അവിടെ സാലറി കിട്ടുന്നോ അല്ലെങ്കിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മളൊന്നും അത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗാർഡനിങ് ആസ് എ ഹോബി. ഓക്കെ, നമ്മൾ ഗാർഡനിങ് ഓക്കെ നമ്മൾ പൂന്തോപ്പ് ശുചീകരിക്കുന്നതും മറ്റും ചെയ്യുന്നത്. ദെൻ പ്ലേയിങ് ഫുട്ബോൾസ് ആണ്, നമ്മൾ ഈവനിങ് കളിക്കുന്നത്. നമ്മൾ ഈവനിങ് കളിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല, നമ്മൾ ജസ്റ്റ് ഒരു മെന്റൽ റിലാക്സേഷന് വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗാദറിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണെന്ന് ഈ കാര്യങ്ങളൊക്കെ. ദെൻ മറ്റു വേറെ ഏതൊക്കെ എക്സാമ്പിൾസ് പറയാൻ പറ്റും? ഒരു എക്സാമ്പിൾ പറയാം. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എക്സാമ്പിൾസും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിന് മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഡ്രോയിങ്സ്, നമ്മൾ ചിത്രം വരയ്ക്കുക എന്നല്ലേ, നമ്മളൊരു മെന്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ അത് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാതെ എങ്ങനെ Helping poor people. ഓക്കെ, ക്ലിയർ ആണ്. ഹെൽപ്പിംഗ് പുവർ പീപ്പിൾ. നമ്മുടെ അടുത്ത് തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ആരിഫിന്റെ മുഹമ്മദിന്റെ ഒക്കെ 7 ദിവസം കൊണ്ട് 18 കോടി രൂപ കളക്ട് ചെയ്തത്. അവരെ എല്ലാവരും സഹായിച്ചത് അവർക്ക് ഈ കുട്ടിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ സൊസൈറ്റിന്റെ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരാളെ കണ്ടപ്പോൾ സഹായിക്കുക, അതിലൂടെ എന്താ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മളെ ജീവിതം കൊണ്ട് മറ്റുള്ള ഒരാൾക്ക് വെളിച്ചം പകരാൻ പറ്റുന്നു എന്നുള്ളതിലൂടെ. housewife out her own house. ഒരു ഹൗസ് വൈഫ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്താണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ?
Yes, sir. ഓക്കെ. എന്താണ് ഇഷ്യൂ എന്ന് അറിയില്ല. വലിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ. അപ്പം ഹൗസ് വൈഫ് അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ മദർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണ് ഈ പറയുന്ന നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അവിടെ പാരന്റ്സിനാണെങ്കിലും മദേഴ്സിനാണെങ്കിലും ഫാദറിനാണെങ്കിലും നമ്മൾ ഒരിക്കലും എന്താണ് സാലറി അല്ലെങ്കിൽ പേയ്മെന്റ് അല്ലെങ്കിൽ റവന്യൂ വേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അവർ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ നമ്മളൊരു ക്ലബ്ബ് റൺ ചെയ്യുക അല്ലെങ്കിൽ ഒരു സൊസൈറ്റി റൺ ചെയ്യുക അതൊക്കെ എന്താണ് ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ക്ലബ്ബ് റൺ ചെയ്യണതും ക്ലബ്ബ് എന്താണെന്ന് ഒരിക്കലും എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് അല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസിന് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഫസ്റ്റ് എക്കണോമിക് എന്നും നോൺ എക്കണോമിക് എന്നും. ഇനി എക്കണോമിക്കിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അത് നമ്മൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ നോൺ എക്കണോമിക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മൾക്ക് പഠിക്കാനില്ല. പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക നോൺ എക്കണോമിക്കിൽ എന്തൊക്കെ വരുന്നുള്ളത്. എക്കണോമിക്കിൽ നമ്മൾ പറഞ്ഞു ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, ഇത് ഓരോന്നും നമ്മൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ ഫോക്കസ് ഏരിയസിൽ വന്നിട്ടുള്ളത് ബിസിനസിനെ കുറിച്ചിട്ടുള്ളത് മാത്രമാണ്. പിന്നെ പ്രൊഫഷനും എംപ്ലോയ്മെന്റ് എന്താണെന്ന് നമ്മൾ പറയും, കാരണം അതും കൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഒരു ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. ഓക്കെ, ഇത് നോൺ എക്കണോമിക് നമുക്ക് പറയാൻ പറ്റും റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആണ്. നമ്മൾ ഓരോ സമയവും നമ്മൾ നിസ്കരിക്കുന്നത്, ഓക്കെ, ഓരോ റിലീജിയസിലും അതിൻ്റെതായിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നോൺ എക്കണോമിക് ആണ്. നമ്മളവിടെ ഈ ഒരു സമയത്ത് പ്രോഫിറ്റ് ഇപ്പം വിചാരിക്കുന്നില്ല, നമ്മളൊരു ആഫ്റ്റർ ഡെത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു ലൈഫിൽ നമ്മൾ എന്താണ് ചിലപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ കാണുന്നില്ല. ഓക്കെ, ഒരു മെന്റൽ റിലാക്സേഷൻ നമ്മൾ കാണുന്നുണ്ട്. ദെൻ പാട്രിയോട്ടിക്, നമ്മളൊരു ദേശഭക്തി, ദേശസ്നേഹം കാണിക്കുന്ന കാര്യങ്ങൾ. ദെൻ സോഷ്യൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആണ്. ദെൻ പാട്രിയോട്ടിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഇപ്പൊ നോക്കി ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, ഇത് ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് നോക്കുക ബിസിനസ് എന്താണെന്നുള്ളത്. ബിസിനസ് അതിന്റെ മീനിങ്ങും ഡെഫിനേഷനും നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ വളരെ ഷോർട്ട് ആയിട്ടാണ് ബിസിനസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി carried out regularly with the objective of earning profit. Business carries an element of risk and uncertainty. It is concerned with the production, purchase, and sale of goods or supply of service to earn profit. Manufacturing, trading, mining, banking, transport, insurance, etc. are business activities. Okay, എന്താണ് ബിസിനസ് എന്നുള്ളതും ബിസിനസ് ആക്ടിവിറ്റീസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ പിക്ചേഴ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് ഇത് ബിസിനസ് എന്നുള്ളത്. അതായത് റെഗുലർ ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതിനെയാണ് നമ്മൾ എന്ത് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് എന്ന് നമ്മൾ എഴുതുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വേണ്ട രണ്ട് പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്, പിന്നെ റെഗുലർ ആയിരിക്കണം, പിന്നെ ഇന്റൻഷൻ ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ആയിരിക്കണം. ഓക്കെ, ഈ മൂന്ന് പോയിന്റ്സ് അതിന്റെ മീനിങ്ങിലും ഡെഫിനേഷനിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി ആണ്, ഇത് റെഗുലർ ആയിരിക്കണം, ഒരു ബിസിനസ് റെഗുലർ ആയിരിക്കണം. നമ്മൾ നേരത്തെ എക്സാമ്പിളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ നിന്നാണ് ഇന്റൻഷൻ ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ഓർ ഏർണിംഗ് മണിയാണ്. ഓക്കെ, ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി റെഗുലർ ആയിട്ട് ഒരാൾ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിന്. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബൈയിങ് ആവാം, അല്ലെങ്കിൽ സെല്ലിംഗ് ആവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ റീസെയിലിംഗ് ആവാം. ഓക്കെ, ഈ ഒരു കാര്യത്തിനൊക്കെ നമുക്ക് എന്താ പറയാൻ പറ്റും, ബിസിനസ് എന്ന് പറയാൻ പറ്റും. പിന്നെ പറയുന്നുണ്ട് ബിസിനസ്സിൽ എന്താണ് ഒരു റിസ്ക്കും അൺസർട്ടനിറ്റിയും ഉണ്ട്. ഓക്കെ, കാരണം ബിസിനസ്സിൽ ആ റിസ്ക് ഉണ്ട്, ആ റിസ്കിനെ നമ്മൾ പ്രോഫിറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. റിസ്ക് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റും കൂടുന്നുള്ളതാണ്. ഓക്കെ, കാരണം റിസ്ക് ഉള്ള ബിസിനസ്സിലെ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. റിസ്ക് കുറഞ്ഞ ബിസിനസ്സിൽ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റും കുറയും, കാരണം കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് പ്രോഫിറ്റും കുറയും. ഇപ്പൊ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആണ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അത് അൺസർട്ടനിറ്റി ഉണ്ട്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ പർച്ചേസ് ആവാം, അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആവാം. ഈ ഒരു
നമ്മൾ പ്രൊഡ്യൂസ് സർ വോയിസ് ബ്രേക്ക് ആവുന്ന ഇഷ്യൂ എല്ലാവർക്കും ഉണ്ടോ? Yes, sir. I don't know what happening. Just 1 second. Okay. Second. Okay. സർ ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബിസിനസ് എന്ന് നമ്മൾ പറഞ്ഞു, ഒരു എക്കണോമിക് ആക്ടിവിറ്റി carried out regularly with the objective of earning profit. പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെഗുലാരിറ്റി വേണം, പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ള ഒരു ഇന്റൻഷൻ വേണം, ഒരു എയിം വേണം, പിന്നെ അതൊരു എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബൈയിങ് ആൻഡ് സെല്ലിങ്, ദെൻ പ്രൊഡക്ഷൻ, പർച്ചേസ്, ദെൻ സെയിൽസ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഗുഡ്സും പറ്റും സർവീസുകളും പറ്റും. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ, ഇപ്പോൾ ബിസ്ക്കറ്റ്സ്, ചപ്പൽസ്, ബുക്സ്, നോട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ ഗുഡ്സുകളാണ്. ദെൻ സർവീസ് എന്ന് പറഞ്ഞാലോ, സർവീസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സർവീസിന് എക്സാമ്പിൾസ് എയർ കട്ടിങ് ഒരു സർവീസ് അല്ല. എയർ കട്ടിങ് ബാർബർ ഷോപ്പിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഗുഡ്സ് കിട്ടുമോ? അവിടെ ജസ്റ്റ് ഒന്നാണ് ഹെയർ കട്ടിങ്ങേ കിട്ടുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, മെഡിസിൻ എന്നുള്ളത് ഒരു ഗുഡ്സ് ആണ്, പക്ഷെ ആ ഒരു കൺസൾട്ടിങ് എന്നുള്ളതാണ് അതൊരു സർവീസ് ആണ്. ഓക്കെ, ഇപ്പൊ ടാക്സി സർവീസ്, റിപ്പയർസ്, അതൊക്കെ എന്താണ് ഓരോ സർവീസുകളാണ്. അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആവാ അല്ലെങ്കിൽ സർവീസ് ആ. ബാങ്കിങ് എന്നുള്ള അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സർവീസുകളാണ്. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗുഡ്സുകളാവാ അല്ലെങ്കിൽ സർവീസുകളാവാ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനെ, എക്കണോമിക് ആക്ടിവിറ്റീസിനെ, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗുഡ്സുകളോ സർവീസുകളോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആവാം. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആണ്, ഒരു വസ്തു ഉണ്ടാക്കുക. ഓക്കെ, ദെൻ ട്രേഡിങ് ആവാം, നമ്മളത് ബൈ സെല്ല് ആവാം. ദെൻ മൈനിങ് എന്ന് പറഞ്ഞാൽ കൊഴിച്ചെടുക്കുക, നമ്മൾ പെട്രോളൊക്കെ മൈൻ ചെയ്യല്ലോ. ദെൻ ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ്, എക്സെട്ര. ഇതൊക്കെ എന്താണ് ബിസിനസ് ആക്ടിവിറ്റീസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ആണ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് ആണ് ബിസിനസ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് വൺ ആണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എന്ന് നോക്കുക. ഇതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. കാരണം ബിസിനസ്സും ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മളെ ഫോക്കസിൽ ചോദിച്ചിട്ടുണ്ട്, ഫോക്കസ് ഏരിയാസിൽ. അപ്പൊ ഈ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാം. ഫസ്റ്റ് പറഞ്ഞാൽ ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. നമ്മളെ മീനിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. അവിടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിന് ഇതെന്ന് പറയും, നോൺ പ്രോഫിറ്റബിൾ ആവില്ല. ഇപ്പൊ ക്ലബ്ബൊക്കെ നോൺ പ്രോഫിറ്റബിൾ. അപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോൾ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അവിടെ വിത്ത് ആൻ ഇന്റൻഷൻ ടു ഏൺ പ്രോഫിറ്റ് ആണ്, ഒരു റവന്യൂ, ഒരു ഇൻകം ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ബിസിനസിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചർ ആണ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത്. സെക്കൻഡ് ഒന്നാണ് പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഇവിടെ ഗുഡ്സ് എന്ന് മാത്രമല്ല പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസുകളാണ്. ഓക്കെ, എന്തെങ്കിലും പ്രൊഡക്ട്സുകളാവാം. സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആണ്. സർവീസ് നമുക്ക് ഒരിക്കലും ടച്ച് ചെയ്യാനോ സീൻ ചെയ്യാനോ പറ്റൂല. ഓക്കെ, ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സിനാണ് നമ്മൾ സർവീസുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ബാർബർ ഷോപ്പ് എന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അതൊരു ഇൻടാഞ്ചിബിൾ ആണ്, നമുക്കത് ടച്ച് ചെയ്യാനോ സീൻ ചെയ്യാനോ പറ്റിക്കോണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഗുഡ്സ്, പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ പർച്ചേസിങ് ആവാം ബിസിനസ് എന്നുള്ളത്. തേർഡ് വൺ ആണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളത്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സെയിൽസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അറിയില്ല, കൈമാറ്റാണ്. എക്സ്ചേഞ്ചിന് രണ്ടാൾക്കാരുണ്ടായിരിക്കണം, മറ്റൊരാൾ എക്സ്ചേഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കണം. നമ്മളിപ്പം സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുകളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ പറയുന്നതാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെയിൽസ് ആവാം, നമ്മളത് ബൈ ചെയ്യാൻ അല്ലെങ്കിൽ സെയിൽസ് ആവാം.
അപ്പൊ അതും എന്താണ് ബിസിനസിന്റെ ഒരു ഫീച്ചറാണ്. അവിടെ സെയിൽസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഒന്നും ആവാം. ദെൻ റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ് ആണ്. ഡീലിങ്സിൽ റെഗുലാരിറ്റി ആണ്. നമ്മൾ പറഞ്ഞു ഞാൻ കൊല്ലത്തിൽ ഒന്നോ അല്ലെങ്കിൽ 10 വർഷത്തിൽ ഒരിക്കലും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ഞാൻ എനിക്ക് വേണ്ടി പുതിയൊരു ഫോൺ പർച്ചേസ് ചെയ്യുന്നത് ഒരിക്കലും എന്താണ് ഒരു ബിസിനസ് അല്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഉള്ളൊരു ഫോൺ ഞാൻ വിൽക്കുന്നത് ഒരിക്കലും ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് അല്ല. അല്ലെങ്കിൽ എൻ്റെ ഫാദേഴ്സിന്റെ ഫോൺ അല്ലെങ്കിൽ ബ്രദറിന്റെ ഫോൺ ഞാൻ സെല് ചെയ്യുന്നത് അതും ഒരിക്കലും ബിസിനസ് അല്ല. ഞാൻ റെഗുലർ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ ഫോണ്, എൻ്റെ പാരന്റ്സിന്റെ ഫോണ്, റിലേറ്റീവ്സിന്റെ ഫോണൊക്കെ ഞാൻ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ആണ്. അപ്പൊ ഇവിടെ റെഗുലാരിറ്റി ആണ് ഡീലിങ്സിൽ. നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളത്. നമ്മൾ ഫസ്റ്റിലും പറഞ്ഞാണ് എക്കണോമിക് ആക്ടിവിറ്റീസിൽ പറഞ്ഞതാണ് ഒരു പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളത്. നമുക്ക് അവിടെ പ്രോഫിറ്റ് ഇന്റൻഷൻ, പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കണം. ഒരു ലാഭം നേടണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ. ഓക്കെ, അപ്പൊ ബിസിനസ്സിൽ എപ്പോഴും എന്താണ് ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ. എങ്കിൽ അത് ബിസിനസ് ആവുള്ളൂ. അപ്പൊ ബിസിനസ് ആരൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം. അത് 1 month കൊണ്ട് പ്രോഫിറ്റ് ചെയ്യാൻ ചെയ്യാന്നുള്ള, ലോങ് ടൈമിലായിരിക്കും പ്രോഫിറ്റ് ചെയ്യാൻ ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാവും പ്രോഫിറ്റ് ചെയ്യാൻ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ജിയോ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്കറിയല്ലോ. ജിയോ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന സർവീസുകളാണ് നെറ്റും അതുപോലെ ഫോൺ കോൾ എന്നുള്ളത്. അപ്പൊ അവിടെ ഒരിക്കലും അവർക്ക് പ്രോഫിറ്റ് ഇല്ലായിരുന്നു. പക്ഷെ അതൊരു ബിസിനസ് ആണ്, ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. ലോങ് ടേമിൽ പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഫസ്റ്റ് ലോസ് അക്യൂർ ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ലോങ് ടേമിൽ മാർക്കറ്റ് അച്ചീവ് ചെയ്തു. മാർക്കറ്റ് അച്ചീവ് ചെയ്തതോടുകൂടി അവർ അവരുടെ സർവീസിന് ചാർജ് ഈടാക്കി. ദെൻ ആ ചാർജ് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ അവർക്ക് എന്താണ് ഇപ്പം ഇന്ത്യയിലുള്ള ഒരു മൊണോപ്പൊളി ആയിട്ട് ജിയോ മാറുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് മുമ്പ് ജിയോ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. ഇപ്പൊ ആകെ BSNL, വോഡഫോൺ ഐഡിയ അങ്ങനെ 3-4 കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൂ. അപ്പൊ അവർ മാർക്കറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഈ ബിസിനസ് ക്ലാസ്സിൽ പറയുമ്പോൾ ഇങ്ങനത്തെ ഓരോ എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളെ മാർക്കറ്റിംഗിലും ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഓരോ ടേംസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതായിട്ട് കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കാതെ എക്സാമിൽ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളത്. ഓരോ ബിസിനസ് ക്ലിയർ ആയിട്ടുള്ള പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിരിക്കില്ല, ലോങ് ടൈമിലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് എലമെന്റ് ഓഫ് റിസ്ക് എന്നുള്ളത്. റിസ്ക് എന്നുള്ള എലമെന്റ് ഉണ്ടായിരിക്കുന്നത് ബിസിനസ്സിൽ എന്തായാലും ഒരു റിസ്ക് എലമെന്റ് ഉണ്ടായിരിക്കും. ആ റിസ്ക് എലമെന്റ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. റിസ്ക് എലമെന്റ് ഇല്ലാത്ത ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം ബിസിനസ്സിൽ എന്താണ് എലമെന്റ് ഓഫ് റിസ്ക് ആണ്. റിസ്ക് എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടാവും. റിസ്ക് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആണ്. ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് റിസ്ക് എന്നുള്ളത്. നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള ബിസിനസ് സംബന്ധിച്ച് ഒരു അൺസർട്ടനിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ ബൈജൂസ്, സൂം അല്ലെങ്കിൽ എന്താണ് ജിയോ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസുകൾ നമ്മൾ അല്ലെങ്കിൽ ടർഫ് ബിസിനസ് നമ്മൾ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ എന്താണ് പെട്ടെന്ന് വന്ന് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്താണ് പ്രോഫിറ്റിലെത്തിയ ആ ഗ്രോത്ത് കണ്ട ഒരു ബിസിനസ്സുകളാണ്. പക്ഷെ അവർക്ക് എന്താണ് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, റിസ്ക് ഉണ്ട്. നാളത്തെ ഈ ഫുള്ള് ഓഫ്ലൈൻ, ഇനി ഫുള്ള് ഓഫ്ലൈൻ ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ എന്താണ് ബൈജൂസിന് പോലുള്ള ഈ പറഞ്ഞ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് എന്താണ് അതിൽ പ്രോഫിറ്റ് ആണ്. പക്ഷെ ഇനിയും പറയുകയാണെങ്കിൽ നാളെ സർക്കാർ ഇപ്പൊ തന്നെ നമുക്കറിയില്ല ഈ ഒരു ലോക്ക്ഡൌൺ വന്നപ്പോൾ എന്താണ് ഈ പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രീസും നഷ്ടം അനുഭവിച്ചു. നഷ്ടം കാണാത്ത ഒരു ഇൻഡസ്ട്രി എന്ന് മെഡിക്കലും പിന്നെ ഫുഡ് നെസസറി ഐറ്റംസ് ആണ്. ഫുഡ്, ഹോട്ടൽസ്, അതുപോലെ മെഡിസിൻ, ഹെൽത്ത് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് മാത്രമേ എന്താണ് ഈ പറഞ്ഞ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ COVID-19 അഫക്ട് ചെയ്യാത്ത ബിസിനസ്സുകളുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബിസിനസ്സിനും ഈ COVID-19 അഫക്ട് ചെയ്തു. ഇനി ഗവൺമെന്റ് പെട്ടെന്ന് ഒരു റൂള് കൊണ്ടുവരാണ്. ജിംനേഷ്യസും അതുപോലെ ടർഫുകളും ഈ ഒരു വർഷം ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നൊരു റൂള് കൊണ്ടുവരാണ്. അതെന്താണ് തീർച്ചയായും ബിസിനസ്സിനെ അഫക്ട് ചെയ്യും. അങ്ങനെ എലമെന്റ്സ് ഓഫ് റിസ്ക് എന്നുള്ള എലമെന്റ് എന്താണ് ബിസിനസ്സിലുണ്ട്. ഏതൊരു ബിസിനസ്സിലാണെങ്കിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. റിട്ടേൺ എന്നുള്ളതാണ് അൺസർട്ടനിറ്റി ആണ്. നമുക്ക് ഒരിക്കലും അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് ഷുവർലി നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ബിസിനസ്സിൽ എന്താണ് അൺസർട്ടനിറ്റി ഉണ്ടാവും. നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത വർഷം എന്താവും എന്നുള്ളത് ഒരു അൺസർട്ടനിറ്റി ആണ് ബിസിനസ് എന്നുള്ളത്. കാരണം ഞാൻ ഒന്നും ആലോചിച്ച് നോക്കുക, ഞാനിപ്പം ബിസിനസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആവും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആവും. ഇപ്പൊ ഞാനൊരു സാലറി മേടിച്ചിട്ട് ഞാൻ
ഓക്കെ, ഇപ്പൊ ഓഡിബിൾ അല്ലേ, ക്ലിയർ അല്ലേ, കേൾക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു എക്സാമ്പിൾ ഞാൻ പറയണേ, ഞാൻ സാലറി മേടിച്ചിട്ട് ഒരു ഓഫീസിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എനിക്ക് എന്താണ് മന്ത്ലി സാലറി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ആ ബിസിനസ്സിന് നഷ്ടം ഒരു ലെവൽ വരെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു മന്ത്ലി സാലറി കിട്ടും. അവിടെ എന്താണ് ഒരു അൺസർട്ടനിറ്റി കുറവാണ്. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയില്ല, കോവിഡ് ലോക്ക്ഡൌൺ എന്താണ് തീരെ എഫക്ട് ചെയ്യാത്തൊരു ടീമാണ് ഗവൺമെന്റ് എംപ്ലോയീസ് എന്നുള്ളത്. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താലും ഓഫീസിൽ പോയാലും പോയിട്ടില്ലെങ്കിലും എന്താണ് സാലറി കിട്ടും, അക്കൗണ്ടിൽ കറക്റ്റ് ടൈമിൽ സാലറി കിട്ടും. അപ്പൊ അവിടെ എന്താണ്, അവിടെ റിസ്ക് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ എന്നുള്ളത് ആ ഒരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ റിസ്ക്കും കുറവാണ്, റിട്ടേൺ ഉണ്ടാണ്. ഓക്കെ, ഇപ്പൊ ബിസിനസ്സിൽ അങ്ങനെയല്ല. ബിസിനസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെയിൽസ് നടന്നില്ലെങ്കിൽ റിട്ടേൺ കുറവാവും, അതുപോലെ തന്നെ ലോസ് ആവും ചെയ്യും. കാരണം അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതാണ് പറഞ്ഞത്. ദെൻ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി, നമ്മൾ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു ബിസിനസ്സിലാണെങ്കിലും ഏതൊരു പ്രൊഡക്റ്റിലാണെങ്കിലും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു യൂട്ടിലിറ്റി ഉണ്ടാവും, ഒരു ഉപയോഗം ഉണ്ടാവും. ഓക്കെ, നമ്മൾ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സിന് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു. അപ്പം അതാണ് നമ്മൾ പറഞ്ഞ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്. ഒരു യൂട്ടിലിറ്റി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് ഒരു ഉപയോഗം. അതുകൊണ്ടാണ് നമ്മളത് സെല് ആവുന്നത്. നമ്മളെ പ്രൊഡക്ട്സോ സർവീസോ ഒരാൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഒരു യൂട്ടിലിറ്റി കിട്ടാനുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു പെന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ പെന്നിനെ കൊണ്ട് എനിക്കൊരു യൂട്ടിലിറ്റി ഉണ്ട്. ഞാനൊരു ബ്രെഡ് പർച്ചേസ് ചെയ്യണം, ഒരു ജാം പർച്ചേസ് ചെയ്യണം, അതുകൊണ്ട് എനിക്കൊരു യൂട്ടിലിറ്റി കിട്ടാനുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ് ബിസിനസ് എന്നുള്ളത്. ഇപ്പൊ എത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എന്നുള്ളത്. ഇപ്പൊ ഓരോ പോയിന്റ്സ് നോക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞാണ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത്. ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്, ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള ഒരു പ്രവർത്തനമാണ് ബിസിനസ് എന്നുള്ളത്. ദെൻ സെക്കൻഡ് പറയുന്നതാണ് പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ളത്. അവിടെ ഒരു പ്രൊഡക്ഷനും പർച്ചേസോ ഉണ്ടാവും, ഒന്നെങ്കിൽ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പർച്ചേസോ, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പർച്ചേസിങ്ങോ ഉണ്ടാവും എന്നുള്ളത്. ദെൻ സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്, അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ദ റെഗുലാരിറ്റി ഇൻ ഡീലിംഗ്, ബിസിനസ് എന്നുള്ള റെഗുലാരിറ്റി ആണ്, ഒരു കണ്ടിന്യൂസ് ആണ്, റെഗുലർ ആയിട്ട് നടക്കാനുള്ള ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് മോട്ടീവ്, പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എലമെന്റ് ഓഫ് റിസ്ക് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓരോ ബിസിനസ്സിലും അതിൻ്റെതായ റിസ്ക് എലമെന്റ് ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ എന്നുള്ള അൺസർട്ടനിറ്റി ആണ്. ഓക്കെ, നമുക്ക് ഒരിക്കലും അടുത്ത മാസം ഇത്രയാണ് പ്രോഫിറ്റ്, അടുത്ത മാസം ഇത്രയാണ് നമ്മളെ നഷ്ടം എന്ന് ഷുവർലി നമുക്ക് പറയാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത മാസം 1 lakh പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ റേഞ്ചിന്റെ ഇടയിൽ പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ല അടുത്ത മാസം സാലറി, എന്റെ സാലറി എനിക്കറിയാം, അടുത്ത മാസം എനിക്ക് ആ സാലറി എന്നെ കിട്ടുക. ഞാൻ നന്നായി ക്ലാസ് എടുത്താലും എടുത്തില്ലെങ്കിലും, സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്താലും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും, സ്റ്റുഡൻസ് ഫെയിൽ ആയാലും എന്താണ്, നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സിന് സാലറി സെയിം ആണ്. അവരെ സംബന്ധിച്ച് അവിടെ എന്താണ് റിസ്ക് ഇല്ല എന്നുള്ളതാണ്. ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട് MLM ബിസിനസ് ആണോ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്, അതിലൊരു സെയിൽ ചെയ്യുന്നുണ്ട് പ്രൊഡക്ട്സുകളൊക്കെ, അതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അൺസർട്ടനിറ്റി റിട്ടേൺ ഉണ്ട്. ദെൻ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്, ഒരു യൂട്ടിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രയാണ് ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇത് ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് പ്രൊഫഷൻ എന്നുള്ളത്. ബിസിനസ് നമ്മൾ പറഞ്ഞു, ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്രൊഫഷൻ എന്നുള്ളത്. പ്രൊഫഷൻ നോക്കുക. പ്രൊഫഷൻ ഈസ് an occupation in which application of special knowledge and skill of a person is necessary. It involves rendering of personal services of a special and expert nature. They get fee as a return for their service. Service of doctor, lawyers, chartered accountants, etc. are examples of profession. എന്താണ് പ്രൊഫഷൻ എന്നുള്ളതാണ് പറയുന്നത്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രൊഫഷൻ എന്നുള്ളത്. നമ്മളൊക്കെ യൂസ് ചെയ്യണതാണ് പ്രൊഫഷൻ. ഈസ് എ പ്രൊഫഷൻ ഓർ ഷീസ് എ പ്രൊഫഷൻ എന്ന് പറയും. ഡോക്ടേഴ്സിനെ കാണുമ്പോൾ, ലോയേഴ്സിനെ കാണുമ്പോൾ, ചാർട്ടേഡ് അക്കൗണ്ട്സിനെ കാണുമ്പോഴൊക്കെ നോക്കി എന്താണ് പ്രൊഫഷൻ എന്ന്. പ്രൊഫഷൻ ഈസ് എൻ ഒക്യുപ്പേഷൻ. പ്രൊഫഷനും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഒക്യുപ്പേഷൻ ആണ്. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിച്ച് അപ്ലിക്കേഷൻ ഓഫ് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കില്ലാണ്.
ഒരാൾ സ്പെഷ്യൽ നോളജും സ്കില്ലും അപ്ലൈ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം. ആ ഒരു സ്പെഷ്യൽ നോളജും സ്കില്ലും യൂസ് ചെയ്ത് ഒരാൾ ചെയ്യുന്ന ആ ഒരു ഒക്യുപ്പേഷനാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു ഡോക്ടർ, ഒരു CA, ഒരു MBBS, ഒരു എഞ്ചിനീയർ, ഇവർക്കൊക്കെ എന്താണ് ജസ്റ്റ് ഒരു ബിസിനസ് ചെയ്യുന്ന മാതിരി എംപ്ലോയ്മെന്റ് അല്ല, അതൊരു പ്രൊഫഷനാണ്. അവരൊരു സ്പെഷ്യൽ നോളജ് ഉണ്ട്, ഒരു സ്പെഷ്യൽ സ്കില്ലുണ്ട്, ഒരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ്സ് അവർക്കുണ്ട്. ആ ഒരു സ്പെഷ്യൽ നോളജും സ്കില്ലും വെച്ചിട്ട് അവർ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ നോളജും സ്കില്ലും അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ഒരു ഒക്യുപ്പേഷനാണ് എന്ത് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്കിൽ റോൾസ് അതുകൊണ്ടാണ് റെൻഡറിങ് ഓഫ് പേഴ്സണൽ സർവീസ് ഓഫ് സ്പെഷ്യൽ ആൻഡ് എക്സ്പെർട്ട് നാച്ചർ. അവരെ സ്പെഷ്യൽ സർവീസുകളാണ് അവരവിടെ ഇവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു സ്പെഷ്യൽ സർവീസ് ആണ് അവർ റെൻഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ് എന്നുള്ള എന്താണ്, അവർ MBBS എക്സാം പാസ്സായിട്ട് ആ ഒരു സ്പെഷ്യൽ നോളജും സ്കില്ലും വെച്ചിട്ടാണ് അവരെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. MBBS പാസ്സാവാത്ത ഒരാൾ ഡോക്ടർ ആവില്ല. ഓക്കെ, ജനറൽ ആണെങ്കിൽ അല്ലെങ്കിൽ BDS ആ BDSന്റെ എക്സാം ഉണ്ട്, BHMS ഉണ്ട്. ഓക്കെ, ദെൻ ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട്, AICCന്റെ ചാർട്ടേഡ് അക്കൗണ്ട് എക്സാം പാസ്സാണ്. ലോയേഴ്സ് ആണെങ്കിൽ എന്താണ്, ആ LLB എന്നുള്ള എക്സാം പാസ്സാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അഡ്വക്കേറ്റ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഹയർ സെക്കൻഡറിയിലാണെങ്കിലും എന്താണ് മിനിമം BEdഉം PGയും സെറ്റും ക്വാളിഫൈഡ് ആയിരിക്കണം ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആണെങ്കിൽ. ഇനി കോളേജ് ടീച്ചേഴ്സ് ആണെങ്കിലോ PGയും നെറ്റും ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ PhD കംപ്ലീറ്റ് ആയിരിക്കണം, എങ്കിൽ അവർക്ക് ഹയർ സെക്കൻഡറിയിലും കോളേജിലും പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു മിനിമം ക്വാളിഫിക്കേഷനും സ്കില്ലും നോളജും അക്വയർ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ആ സ്പെഷ്യൽ സർവീസിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്സ്, ടീച്ചേഴ്സ് എന്നുള്ളതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇത് പ്രൊഫഷൻ. അപ്പൊ ഒരു പ്രൊഫഷണൽ ബോഡീസ് ഉണ്ടാവും, അവരുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം, അവർ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യണം, എന്നിട്ട് എക്സാം പാസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്പെഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവരാണ് എന്ത് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്ലിക്കേഷൻ ഓഫ് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കില്ലാണ്. ആ ഒരു സ്പെഷ്യൽ നോളജും സ്കില്ലും അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് സിമ്പിളായിട്ട് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രൊഫഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നെക്സ്റ്റ് ടേം ആണ് ബിസിനസ് എക്കണോമിക് ആക്ടിവിറ്റീസിലെ ലാസ്റ്റ് ടേം ആണ്. എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. അതിൽ 3ാമത്തെ ടേം ആണ് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. എംപ്ലോയ്മെന്റ് എന്താണെന്ന് നോക്കാം. എംപ്ലോയ്മെന്റ് റിഫേഴ്സ് ടു ആൻ ഒക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ others regularly and get salary or wage in return. ഓക്കെ, ഇപ്പോൾ ബിസിനസ് നിന്ന് പ്രൊഫഷനായിട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും മൂന്നാണ്. ഇപ്പൊ എംപ്ലോയ്മെന്റ് എന്താണെന്നാണ് പറഞ്ഞത്. എംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു ആൻ ഒക്യുപ്പേഷൻ ആണ് ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ others regularly and get salary or wage in return. ഓക്കെ, നമ്മൾ മറ്റൊരാൾക്കും വേണ്ടി റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുക, അതിന് പകരം അയാളെ നമ്മൾക്ക് വേജ് തരാണെങ്കിൽ അതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പീപ്പിൾ വർക്ക് ഫോർ others ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്, അതിന്റെ റിട്ടേൺ ആയിട്ട് വേജസോ സാലറിയോ നമ്മൾ കൈപ്പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയാണ്ട് ഹീസ് ആൻ എംപ്ലോയി ഓർ ഹീസ് എൻ എംപ്ലോയി എന്ന് നമ്മൾ പറയും. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ സാലറി വാങ്ങുന്ന ആളെയാണ് നമ്മൾ എംപ്ലോയി എന്ന് പറയുന്നത്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ സാലറി കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എംപ്ലോയർ എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ബിസിനസ്സുകാരൻ ഒരു എംപ്ലോയർ ആവും. ഓക്കെ, അയാൾ സാലറി കൊടുക്കുകയാണ് ചെയ്യുക. എംപ്ലോയി എന്ന് പറഞ്ഞാൽ സാലറി വാങ്ങുകയാണ്. അപ്പൊ എംപ്ലോയറെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താണ്, there is no risk ആണ്. കോളെന്നാണ്. ഓക്കെ, ഇപ്പം എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ റിസ്ക് ഇല്ല, കാരണം അവർക്ക് എന്താണ് ആ ജോബ് ചെയ്താൽ. ഇപ്പൊ നിങ്ങളെ സ്കൂളത്തെ ടീച്ചേഴ്സിന് അവരെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് റെഗുലർ സാലറി ആണ് അല്ലെങ്കിൽ വേജ് ആണ്. ഇപ്പം ക്ലാസ് എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും, സ്റ്റുഡൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്താലും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് സാലറി ഉണ്ട്. ഓക്കെ, പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു കോച്ചിങ്, ഇവിടെ നമ്മൾ +1 കോച്ചിങ് ആണ് ഞാൻ നടത്തുന്നത് എങ്കിൽ നിങ്ങൾ എത്രത്തോളം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സ്റ്റുഡൻസ് ഫീസ് അടക്കുന്നു, ഇതൊരു ബിസിനസ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഇപ്പം ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് കാണുന്നില്ല, കാരണം സ്റ്റുഡൻസിന്റെ എണ്ണം ഈ ഫീസും കുറവാണ്. പക്ഷെ നമ്മൾ ലോങ് ടൈം പ്രോഫിറ്റ് കാണും. 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ റിസൾട്ട് വെച്ചിട്ട് നമ്മളത് മാർക്കറ്റ് ചെയ്യും. ഞങ്ങളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഇത്ര സ്റ്റുഡൻസ് ഫുൾ A+ കിട്ടി,
അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും A+ മേടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഫുൾ A+ ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളത്. എന്നിട്ട് നിങ്ങളെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രാവശ്യം മാർക്കറ്റ് ചെയ്യുക. ഞങ്ങളെ ബാച്ചിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഇത്ര സ്റ്റുഡൻസ് ഫുൾ A+ കിട്ടി, ഇത്ര സ്റ്റുഡൻസിൽ ഇത്ര മാർക്ക് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യും. അപ്പൊ കൂടുതൽ അഡ്മിഷൻ കിട്ടും, അപ്പൊ ഇത് പ്രോഫിറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ്സാണ് ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷെ നിങ്ങളെ സ്കൂളിൽ എന്താണ്, അവിടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ടീച്ചേഴ്സിന് അതൊരു എംപ്ലോയ്മെന്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കണം, എല്ലാവരും ഫീസ് അടക്കണം, എങ്കിലേ നമുക്കത് പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഒരു റിസ്ക് ഉണ്ട്. ബിസിനസ് ആകുമ്പോൾ അതിൽ റിസ്ക് ഉണ്ട്, അതിൽ അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച്, ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യണം, എന്നെ സംബന്ധിച്ച് അതൊരു എംപ്ലോയ്മെന്റ് ആണ്. അവിടെ ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്താലും മോശമായിട്ട് ക്ലാസ് എടുത്താലും എന്താണ്, റെഗുലർ റിട്ടേൺ ആവും. ഓക്കെ. പക്ഷെ ഇവിടെ ഞാൻ എങ്ങനെയല്ല, ഇവിടെ ഞാൻ മോശമായിട്ട് ക്ലാസ് എടുത്താൽ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് മോശമായാലും എന്താവും, വേറെ ടീച്ചേഴ്സിനെ വെക്കേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ എംപ്ലോയ്മെന്റും ബിസിനസ്സും പ്രൊഫഷനും മൂന്നാണ്. അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ റിട്ടേണും റെഗുലർ സാലറി ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ മറ്റൊരാൾക്കും വേണ്ടി വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കണ്ടല്ലോ, ഇപ്പോൾ ഒരു ടീ ഫാക്ടറിയിലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതാണ്, പിന്നെ ഒരു ഫാമർ അവിടെ ജസ്റ്റ് ഒരു ഇത് ചെയ്യണം, പിന്നെ ഒരു നെയ്സ് ചെയ്യുന്നതാണ്. ഇപ്പൊ നെയ്സൊക്കെ എന്താണ്, എംപ്ലോയ്മെന്റ് ചെയ്യാണ്. ദെൻ ഡെയിലി വേജ്, ദെൻ ഓഫീസ് സ്റ്റാഫിൽ കമ്പ്യൂട്ടേഴ്സിന്റെ മുന്നിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഈ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിലെ 3 പറഞ്ഞത്, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 3 കാര്യം ക്ലിയർ ആണോ? ഒന്ന് മൈൻഡിൽ ഒന്ന് ഓടിച്ചു നോക്കുക, 3 കൺസെപ്റ്റ് ക്ലിയർ അല്ലേ എന്നുള്ളത്. ഏതെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യമാണ്. ഇതിൽ തന്നെ ആ ഫോക്കസ് ഏരിയന്റെ 2-3 പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു. ബിസിനസ് എന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു റെഗുലർ ഒക്കുപ്പേഷൻ ആണ്, അല്ലെങ്കിൽ റെഗുലർ എൻഗേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ റെഗുലർ ആക്ടിവിറ്റീസ് ആണ്. പ്രൊഡക്ഷനോ പർച്ചേസോ സെയിൽസോ സെല്ലിങ് നടത്തുന്ന ഒരു പ്രോഫിറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന റെഗുലർ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ബിസിനസിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു, റിപ്പീറ്റഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓർ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ആൻ ഇന്റൻഷൻ ടു ഏൺ പ്രോഫിറ്റ് എന്നുള്ളത്. ആ ഒരു ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, ബിസിനസിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ ചെയ്യുക, അല്ലെങ്കിൽ സെല് ചെയ്യുക, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, പ്രോഫിറ്റ് ചെയ്യാൻ ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസിനാണ് നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. ഒന്ന് എക്കണോമിക് എന്നും മറ്റൊന്ന് നോൺ എക്കണോമിക് എന്നും. അപ്പൊ അതിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു, ആൻഡ് ഹ്യൂമൻ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഏൺ മണിയാണ്. മനുഷ്യന്മാര് ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യണം, അല്ലെങ്കിൽ മണി ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസിന് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും എന്നും പറഞ്ഞു. പിന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഫാക്ടറി, സ്കൂൾ ടീച്ചേഴ്സ്, ദെൻ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഫാർമേഴ്സ്, ഇവരൊക്കെ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം അവർക്കൊക്കെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, വിത്തൗട്ട് ഇന്റൻഷൻ ഓഫ് ഏണിങ് മണിയാണ്. മണി ഏൺ ചെയ്യാന്നുള്ള ഒരു ഇന്റൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസിന് നമുക്ക് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞു, ഹൗസ് വൈഫ്സ്, പാരന്റ്സ്, ദെൻ ഹെൽപ്പിംഗ് അതേഴ്സ്, ദെൻ ഗാർഡനിങ്, ദെൻ പ്ലേയിങ് ഫുട്ബോൾസ്, ഓക്കെ, ദെൻ റിലീജിയസ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇതൊക്കെ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റീസിനെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള. ഈ 3ആയിട്ടാണ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ എന്താണ് ബിസിനസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, റെഗുലർ ആയിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ ചെയ്യുന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ബൈ ചെയ്ത് സെല് ചെയ്യാല്, പ്രൊഡക്റ്റ് ചെയ്യാല്, പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെഗുലാരിറ്റി വേണം, ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിരിക്കണം, ദെൻ ഇന്റൻഷൻ ടു ഏൺ പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ചെയ്യാൻ എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റും. പിന്നെ ബിസിനസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിരിക്കണം, പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഉണ്ടായിരിക്കണം, ദെൻ സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ആയിരിക്കണം, ദെൻ റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു പ്രോഫിറ്റ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, എലമെന്റ് ഓഫ് റിസ്ക് എലമെന്റ് ഉണ്ടായിരിക്കണം, ദെൻ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ആണ്, റിട്ടേൺ അൺസർട്ടനിറ്റി ആയിരിക്കണം, ദെൻ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്. ദെൻ എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു, അപ്ലിക്കേഷൻ ഓഫ് സ്പെഷ്യൽ നോളജ് ആൻഡ് സ്കിൽ ഓഫ് എ പേഴ്സൺ ആണ്. ഒരു പേഴ്സന്റെ സ്പെഷ്യൽ നോളജും സ്കില്ലും അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്.
എക്സാമ്പിൾ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, CAs, എഞ്ചിനീയേഴ്സ്, ഇവരൊക്കെ എന്താണ് പ്രൊഫഷണൽസ് ആണ്. ടീച്ചേഴ്സ്, ഇവരൊക്കെ എന്താണ് പ്രൊഫഷൻസ് ആണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞാണ് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. പീപ്പിൾ വർക്ക് ഫോർ others regularly and get salary or wage. ആളുകൾ അല്ലെങ്കിൽ മനുഷ്യന്മാർ മറ്റൊരാൾക്കും വേണ്ടി റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുക, അതിന് പകരം അവർക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾ മറ്റൊരാൾക്കും വേണ്ടി റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുക, അതിന് പകരമായി അവർക്ക് സാലറി അല്ലെങ്കിൽ വേജ് ആണ് കിട്ടുന്നെങ്കിൽ അതിനെ നമ്മൾക്ക് എംപ്ലോയ്മെന്റ് എന്നും പറയാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ അയക്കാം. ഇതിന്റെ വീഡിയോസ് നമ്മളെ ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം ഇന്നത്തോടെ കൂടി നിങ്ങളെ മോക്ക് ക്ലാസ്, ഫ്രീ ക്ലാസ് എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഉണ്ടാവും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫീസ് അടക്കാനുള്ള ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാം. ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ 1000 rupees, വെറും 1000 രൂപയുള്ളൂ നിങ്ങൾ ഈ 2 മാസത്തിന് എൻ്റെ കോഴ്സിന്റെ ഫീസ്. ആ ഒരു 1000 രൂപ ഫീസ് അടച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പിലേക്ക് തന്നെ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ആർക്ക് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കൈ പൊക്കാൻ പറ്റുമോ? ഓക്കെ, ഇപ്പം ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആ ഒരു അക്കൗണ്ടിലേക്ക് 1000 rupees ഫീസ് അടച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് വേറെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് തിങ്കളാഴ്ച മുതൽ റെഗുലർ ആയിട്ട് ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. ക്ലാസ്സിന്റെ സമയം നിങ്ങളോട് ചോദിച്ച് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. കാരണം എല്ലാവർക്കും ഈ 7:30 എന്നുള്ളത് പറ്റണമെന്നില്ല. അപ്പൊ നമ്മളൊരു ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ഒക്കെ ആയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം അത് നിങ്ങളെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക, നോട്ട്സ് വായിക്കുക, ഡൗട്ട്സ് ഉള്ള അന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ പിറ്റേന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. സൺഡേസ് ഉള്ള ഓൺലൈൻ എക്സാം നിങ്ങൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ 50 ദിവസം ഒരു ദിവസം മിനിമം 2 മണിക്കൂർ വെച്ച് മാറ്റി വെച്ചാൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത് ഷുവർ ആണ്. ഓക്കെ, അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ട്സും ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ ഇനി വർക്ക് ചെയ്യേണ്ടതും നിങ്ങളാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാണ്ടോ ക്ലാസ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ?